So, hi guys, and welcome to today's session of the Hindu Decode by Geoid. So, നമ്മളിന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്ക് സെറ്റിൽഡ് സെമാൻറ്റിക്സ് ഓൺ ദി പ്രിയാമ്പിൾ ആൻഡ് ഡിവൈസീവ് ഡിബേറ്റ്സ് എന്നുള്ളതാണ്. പ്രിലിംസിൽ GS പേപ്പർ 1 വരുന്നൊരു ടോപ്പിക്കാണ്. ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവർണൻസിൽ വരുന്നതാണ്. അതേപോലെ മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അത് ആ ഒരു ഹെഡിൽ വരാവുന്ന ഒരു ടോപ്പിക്കാണ്. ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ്, ഇവല്യൂഷൻ, ഫീച്ചേഴ്സ്, അമെൻമെൻറ്റ്സ്, സിഗ്നിഫിക്കൻറ്റ് പ്രൊവിഷൻസ് ആൻഡ് ബേസിക് സ്ട്രക്ചർ എന്നതിൽ വരുന്നൊരു ടോപ്പിക്കാണ്. സോ ഈ ന്യൂസിൽ നമുക്ക് പറയാനുള്ളത്, ചില ആൾക്കാർ ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നത് ഈ സെക്യുലർ അതേപോലെ നമ്മുടെ ഈ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു രണ്ട് വാക്കുകൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, പ്രിയാമ്പിളിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യണം. ഈ ഒരു ഡിബേറ്റ് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു RSS ലീഡറായിട്ടുണ്ടായിരുന്ന ഈ ദദീദ്രിയ ഹൊസേബലെ എന്ന് പറയുന്ന ഒരു പുള്ളി ഈ ഒരു ഐഡിയ റീസെൻ്റ്ലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഐഡിയനെ റീസെൻ്റ്ലി പുള്ളി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ സെക്യുലറും അതേപോലെ സോഷ്യലിസ്റ്റും, സെക്യുലർ എന്നത് ഒരു നമുക്ക് എന്താ പറയുക, ഒരു ഒഫീഷ്യൽ റീജിയൺ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് റിലീജിയൺ ഇല്ല. ഓക്കെ, നോ സ്റ്റേറ്റ് റിലീജിയൻ എന്നുള്ളതാണ് ആ ഒരു സെക്യുലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ സോഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ വെൽത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ ഇത് രണ്ടും ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. അതേപോലെ ഇത് ആഡ് ചെയ്തത് 1976 ശേഷമാണ്, 1976 ശേഷമാണ് ഇത് ആഡ് ചെയ്തത്. ഓക്കെ, നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു എമർജൻസി റൂളിൻ്റെ സമയത്താണ് ആഡ് ചെയ്തത്. 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ് ആഡ് ആക്കിയത്. സോ ഈ ഒരു ഇഷ്യൂ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വെദർ ദീസ് വേർഡ്സ് റിഫ്ലക്ട് ഇന്ത്യാസ് കോർ വാല്യൂസ് ഓർ ഇത് ഇറ്റ് വാസ് ജസ്റ്റ് ആഡഡ് ബൈ വൺ ഗവൺമെൻറ് ഡ്യൂറിങ് എ കോൺട്രവേഴ്ഷ്യൽ ടൈം. ഓക്കെ, സോ ഈ രണ്ട് വാക്കുകളും സോഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ സെക്യുലർ ആണെന്നുണ്ടെങ്കിലും ഇത് ഇന്ത്യയുടെ കോർ വാല്യൂസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണോ അതോ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ഗവൺമെൻറ്റിൻ്റെ കോൺട്രവേഴ്ഷ്യൽ ടൈമിൽ ഇത് ആഡ് ചെയ്തതാണോ എന്നതാണ് പ്രശ്നം. അതാണ് ഇവിടുത്തെ ഇഷ്യൂ. സോ ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 വന്നിട്ടുള്ള ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അതിൽ ഈ സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കുകൾ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ അതിൻ്റെ ഒരു ഐഡിയ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണ്. അല്ല, നമുക്ക് ഈ ഒരു റിലീജിയസ് ഫ്രീഡം ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇക്വാലിറ്റി ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. എമർജൻസിക്ക് ശേഷം ജനതാ പാർട്ടി പവറിൽ വന്നു. അല്ലെ, 1977 തൊട്ടിട്ട് 79 വരെ ജനതാ പാർട്ടി പവറിൽ വരികയും, അതായത് ഈ RSS ലിങ്ക്ഡ് ലീഡേഴ്സ്, ഓക്കെ, അവർ വരികയും, പക്ഷെ അവർ വന്നാൽ കൂടി അവർ ഈ സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നുള്ള ഈ രണ്ട് പദങ്ങളും പ്രിയാമ്പിളിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല. അല്ലെ, പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഹിന്ദുത്വ ലീഡേഴ്സ് ഇവരിതിനെ സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഈ ഐഡിയാസിനെ, സെക്യുലർ ആണെന്നുണ്ടെങ്കിലും സോഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഇതിനെ ഇവർ ഭയങ്കര സ്ട്രോങ്ലി ഒപ്പോസ് ദീസ് ഐഡിയാസ്. ഇൻഫാക്ട് ഈ ഏർലി BJP ലൈക്ക് പാർട്ടീസ്, അതായത് ഈ ജൻസംഘ് പോലെയുള്ള പാർട്ടീസ്, ഇവർ ഈ ഗാന്ധിയൻ സോഷ്യലിസത്തിലൊക്കെ ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഗാന്ധിയൻ സോഷ്യലിസം എന്ന് വെച്ചാൽ ഇക്വാലിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വില്ലേജ് ബേസ്ഡ് എക്കോണമിയിൽ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഐഡിയ ആണ് ഗാന്ധിയൻ സോഷ്യലിസം. സോ ഈ ഹിന്ദുത്വ ലീഡേഴ്സ് അവരിതിന് പറഞ്ഞത് ഒരു സ്യൂഡോ സെക്യുലറിസം എന്നാണ് പറഞ്ഞത്. അതായത് ഇവര് ശരിക്കും ട്രൂലി സെക്യുലർ അല്ല, ഹിന്ദുത്വ ലീഡേഴ്സ് ആണ് ശരിക്കത്തെ റിയൽ സെക്യുലറിസ്റ്റ്. അതേപോലെ അവരാണ് എല്ലാ റീജിയൻസിനെയും ഈക്വലി കാണുന്നത് എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, സോ ഓവറോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഒരു ഡിബേറ്റ് ഇതൊരു ചരിത്രപരം എന്നതിനുപരി ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇറ്റ് ഈസ് മോർ പൊളിറ്റിക്കൽ ദാൻ ഹിസ്റ്റോറിക്കൽ. ഓക്കെ, അതേപോലെ ഈ വാക്കുകൾ ദേ ഹാവ് ബീൻ അക്സെപ്റ്റഡ് ഫോർ ഡെക്കേഡ്സ് ഈവൺ ബൈ ദോസ് ഹു നൗ വാണ്ട് ദം റിമൂവ്ഡ്. ഓക്കെ, ഇപ്പോൾ ഇത് റിമൂവ് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാർ തന്നെ കുറേ കാലങ്ങൾ മുമ്പ് ഇത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദേ ഹാവ് ബീൻ അക്സെപ്റ്റഡ് ഫോർ ഡിക്കേഡ്സ് ഈവൻ ബൈ ദോസ് ഹു വാണ്ട് ദം റിമൂവ്ഡ്. സോ നമ്മൾ ഈ പറഞ്ഞ രണ്ട് പദങ്ങളും, അതായത് സെക്യുലറിസം ആണെന്നുണ്ടെങ്കിലും സോഷ്യലിസം ആണെന്നുണ്ടെങ്കിലും, അതിനെങ്ങനെയാണ് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ്. അതായത് ഇന്ത്യയിലെ സെക്യുലറിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് എല്ലാ റിലീജിയൻസിനെയും ഈക്വലി ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദ ഗവൺമെന്റ് ട്രീറ്റ്സ് ഓൾ റിലീജിയൻസ് ഈക്വലി. ഓക്കെ, ആൻഡ് ഇറ്റ് ഡസ് നോട്ട് മീൻ റിജക്റ്റിംഗ് റിലീജിയൻ ഓർ ഇന്ത്യൻ ട്രഡീഷൻസ്. ഓക്കെ, അതേപോലെ സോഷ്യലിസത്തിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള സോഷ്യലിസം ദാറ്റ് മീൻസ് ദി ഗവൺമെന്റ് ഹെൽപ്സ് ദി പൂർ ആൻഡ് എൻഷുർ ഫെയർനെസ്. അല്ലേ, പാവപ്പെട്ടവരെ സഹായിച്ച് ആ ഒരു ഫെയർനെസ് ഉറപ്പുവരുത്തുന്നുണ്ട്. ലൈക്ക് എന്താ പറയുക, ഗിവിങ് സപ്പോർട്ട് ടു ദ നീഡി. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് മീൻ ബാനിങ് പ്രൈവറ്റ് ബിസിനസ്. അല്ലേ, അപ്പോൾ ഈ രണ്ട് ഐഡിയ ആണെന്നുണ്ടെങ്കിലും
ഇത് രണ്ടും വൈഡ്ലി അക്സെപ്റ്റ് ചെയ്യപ്പെട്ട ഐഡിയ ആണ്. ഓക്കെ, ഏകദേശമുള്ള ഇന്ത്യയിലുള്ള എല്ലാ മോസ്റ്റ്ലി പൊളിറ്റിക്കൽ പാർട്ടീസും ഈ ഒരു ഐഡിയ എഗ്രി ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഫോർ മെനി ഇയേഴ്സ്. ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ജനറൽ എഗ്രിമെന്റ് തന്നെ നമുക്കുണ്ട്. ദർ ഹാസ് ബീൻ എ ജനറൽ എഗ്രിമെന്റ് ഓൺ ദം. സോ ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ വാക്കുകൾ സെക്യുലറിസം ആണെന്നുണ്ടെങ്കിലും സോഷ്യലിസം ആണെന്നുണ്ടെങ്കിലും ഇതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മീനിങ് ആണുള്ളത്. ഓക്കെ, ഇതിനൊരിക്കലും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു മീനിങ് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോട്ട് ആൻ എക്സ്ട്രീം വൺ. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഒരു ക്രിറ്റിസിസം ആ ഒരു പോയിന്റ് കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ന്യൂസ് വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് ദ ക്രിറ്റിസിസം എഗെയിൻസ്റ്റ് ദി കറന്റ് ഡിബേറ്റ്. അതായത് ഒരുപാട് ആൾക്കാർക്ക് തോന്നുന്നത് ഈ ഒരു സെക്യുലർ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യലിസ്റ്റ്, സെക്യുലറും സോഷ്യലിസ്റ്റും ഈ രണ്ട് വാക്കുകൾ റിമൂവ് ചെയ്യുന്നത് കൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ റിമൂവ് ചെയ്തുകൊണ്ട് ഇറ്റ് ഈസ് ജസ്റ്റ് എ വേ ടു ക്രിയേറ്റ് അൺനെസസറി ഡിവിഷൻ. അല്ലെ, ആവശ്യമില്ലാത്ത ഒരു വേർതിരിവ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണത്. ഓക്കെ, ഇതിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. ഒരു ലീഗൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ, ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രോങ് റീസൺ വേണമല്ലോ. പക്ഷെ ഇന്ത്യയുടെ ശരിക്കത്തെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഫേസ് ചെയ്യുന്ന റിയൽ പ്രോബ്ലംസ് ഈ ദാരിദ്ര്യവും അതേപോലെ ഡിസ്ക്രിമിനേഷനും, പോവർട്ടി, ഡിസ്ക്രിമിനേഷൻ, അതേപോലെ ലാക്ക് ഓഫ് ഡെവലപ്മെന്റും, ഓക്കെ, എസ്പെഷ്യലി ഈ ഒരു കാസ്റ്റ് ആൻഡ് റിലീജിയൻ ആയിട്ടുള്ള ഒരു ഇതിലൊക്കെയാണ് നമുക്ക് കുറവുകൾ ഉള്ളത്. ഓക്കെ, ക്രിട്ടിക്സ് പറയുന്നത് ഈ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ മേലെ ആർഗ്യൂ ചെയ്യുന്നതിനേക്കാളും ഉപരി ഈ RSS ആണെന്നുണ്ടെങ്കിലും BJP ആണെന്നുണ്ടെങ്കിലും അവർ ഫോക്കസ് ചെയ്യേണ്ടത് ഈ റിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിലാണ്. ഓക്കെ, എവറിഡേ പ്രോബ്ലംസ് പീപ്പിൾ ഫേസ്, അതിലാണ് ഇവർ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഈ ഒരു ഡിബേറ്റ് ഇതൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ടാണ് കാണുന്നത് ഫ്രം മോർ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ദാറ്റ് നീഡഡ് അർജന്റ് അറ്റൻഷൻ. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. അതായത് സീസ് ദി സെസ് ഓൺ ദ GST ആൻഡ് റിഫോംസ് എന്നുള്ളൊരു ന്യൂസാണ്. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്കിൽ ഇത് പ്രിലിംസിൽ GS പേപ്പർ 1 വരാവുന്ന ഒരു ടോപ്പിക്കാണ്. GS പേപ്പർ 1 വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രിലിംസിൽ. കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 3 വരുന്നതാണ്. ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്ലാനിംഗ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ളൊരു ഹെഡിൽ വരാവുന്ന ഒരു ടോപ്പിക്കാണത്. സോ ഇവിടെ നമ്മുടെ ഈ ഒരു GST എന്ന് പറയുന്ന ഈ ഒരു പരിപാടി ഏകദേശം 8 വർഷം ആവുകയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഈ ഒരു ജൂലൈ 1 2025 ആയിക്കഴിഞ്ഞാൽ ഏകദേശം 8 വർഷമാവും GST നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. പക്ഷെ നമ്മൾ ടാക്സ് കളക്ഷന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 2025 ടാക്സ് കളക്ഷന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം കുറവാണ്. ഏകദേശം 1.85 ലാക്ക് ക്രോറിന്റെ കുറവ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഏകദേശം 4 മാസത്തിൽ ഏറ്റവും കുറവായിട്ടുള്ള ഒരു സംഖ്യയാണത്. ഓക്കെ, സോ ഇതേ മാസം കഴിഞ്ഞ വർഷത്തിൽ ഇതേ മാസത്തിന്റെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളക്ഷൻ ഗ്രൂ ബൈ ഓൺലി 6.2%. ഓക്കെ, ഇത് വളരെ സ്ലോവസ്റ്റ് ഗ്രോത്ത് ആണ്. 4 വർഷത്തിലുള്ള ഏറ്റവും സ്ലോ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് when we compare it to the same month last year. സോ ഈ ഒരു സ്ലോ ഗ്രോത്ത് കാണിക്കുന്നത്, അതായത് ആൾക്കാർ വളരെ കുറച്ചേ സാധനങ്ങൾ വാങ്ങിക്കുന്നുള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഇതൊരു വീക്ക് എക്കോണമിയുടെ ഒരു സൈനാണ്. ഓക്കെ, വീക്ക് എക്കോണമിക് ആക്ടിവിറ്റിയുടെ ഒരു സൈനാണ്, അല്ലെങ്കിൽ ഒരു പുവർ കൺസംഷന്റെ ഒരു സൈനായിട്ട് വേണം നമ്മളത് മനസ്സിലാക്കാൻ. ആൻഡ് ഇറ്റ് ഓൾസോ മീൻ ദാറ്റ് ഈ ഒരു GST സിസ്റ്റം ഇതിന് കുറവുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അത് ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കാം. ആൻഡ് അതിനെ കുറച്ചും കൂടി ഇറ്റ് നീഡഡ് ചേഞ്ചസ് ടു മേക്ക് ഇറ്റ് വർക്ക് ബെറ്റർ ആൻഡ് ബൂസ്റ്റ് ദി എക്കോണമി എന്നുള്ളതാണ്. സോ നമ്മളിനി അടുത്തത് നോക്കുന്നത് വീക്ക് കൺസംഷൻ, അതേപോലെ GST സിസ്റ്റത്തിലുള്ള ഇഷ്യൂസ് ആണ്. അപ്പോൾ വളരെ കുറവ് ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു റിയൽ റവന്യൂല് നമുക്ക് വളരെ കുറച്ച് ഗ്രോത്ത് ആണ്, വളരെ കുറവായിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ റീഫണ്ട്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം GSTയിലുള്ള ആക്ച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടല്ലോ, GST ഇൻകത്തിലുള്ള ആക്ച്വൽ ഗ്രോത്ത് ഇത് ഏകദേശം 3.3% ആണ്. ഇത് വളരെയധികം കുറവാണ്. ഓക്കെ, ഇത് കാണിക്കുന്നത് ഗവൺമെന്റിന് അധികം കാശൊന്നും ഇവിടെ കിട്ടുന്നില്ല. ദേ ആർന്റ് ഏർണിംഗ് മച്ച് എക്സ്ട്രാ. ഓക്കെ, അവരുടെ കളക്ഷന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഭയങ്കര ഹൈ ആണ്. ഓക്കെ, GST കളക്ഷൻ വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ കൂടി അതിൽ നിന്ന് വരുമാനം കിട്ടുന്നത് വളരെ കുറവാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ ഏർണിംഗ് മച്ച് എക്സ്ട്രാ. അതേപോലെ ഈ ടാക്സ് കളക്ടഡ് ഫ്രം തിങ്സ് മെയ്ഡ് ആൻഡ് സോൾഡ് വിതിൻ ഇന്ത്യ. ഓക്കെ, ഈ ഒരു ഇന്ത്യയുടെ അകത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യയുടെ അകത്ത് തന്നെ വിറ്റഴിക്കുന്ന സാധനങ്ങളിൽ നിന്ന് കിട്ടുന്ന ടാക്സ്, ഓക്കെ, ഇമ്പോർട്ട് അല്ല കേട്ടോ, ഇമ്പോർട്ട് നമ്മൾ ഇതിൽ കണക്കാക്കുന്നില്ല. സോ അത് ആകെ ഇറ്റ് ഗ്രൂ ബൈ ജസ്റ്റ് 4.6%.
പക്ഷെ ഈ പണപ്പെരുപ്പത്തിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് റൈസ് അതല്ലെങ്കിൽ ഇൻഫ്ലേഷന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം സെയിം ആണ്. ഓക്കെ, സോ ഇവിടെ ഒരു ശരിക്കും ഒരു ഉയർച്ച ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് നത്തിങ്. ഓക്കെ, സോ ഇത് കാണിക്കുന്നത് ആൾക്കാർ വളരെ കുറച്ച് ചെലവാക്കുന്നുള്ളൂ ആൻഡ് ജസ്റ്റ് പേയിങ് മോർ ഡ്യൂ ടു പ്രൈസ് ഹൈക്സ്. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം എക്കോണമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ജി എസ് ടി എന്നുള്ളത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഹൗ മച്ച് പീപ്പിൾ സ്പെൻഡ്. ഓക്കെ, ആൾക്കാർ എത്രത്തോളം ചെലവാക്കുന്നു എന്നതിലാണ് കംപ്ലീറ്റ്ലി ജി എസ് ടി ബേസ് ചെയ്തിരിക്കുന്നത് അതിലാണ്. ഓക്കെ, സോ ജി എസ് ടിയിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് ആൾക്കാർ വളരെ കുറച്ച് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആൾക്കാർ വളരെ കുറച്ച് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ അതായത് പീപ്പിൾ ആർ സ്പെൻഡിങ് ലെസ് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ എക്കോണമി വീക്ക് ആവുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ജി എസ് ടി സിസ്റ്റത്തിലുള്ള ചില ചെറിയ ചെറിയ കുറവുകളാണ്, അതായത് അതിൽ വരുന്ന ഡിലേയും അതേപോലെ ലീക്കേജും പുവർ കംപ്ലയൻസും ഒക്കെ നമുക്ക് അതിൻ്റെ ഒരു കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ ഒരു സ്ലോ ഗ്രോത്ത് എന്നുള്ളത് ഇതൊരു വാർണിംഗ് സിഗ്നലാണ്. അതായത് ഇത് കാണിക്കുന്നത് നമ്മുടെ എക്കോണമിക്ക് വേണ്ടത് സപ്പോർട്ടാണ്. അതേപോലെ ജി എസ് ടി സിസ്റ്റം അതിൽ അർജന്റ് ആയിട്ടുള്ള ഫിക്സിങ് വേണം. ഇറ്റ് നീഡ്സ് ഏർജന്റ് ഫിക്സിങ് ആൻഡ് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഏകദേശം 8 വർഷമായി. ഓക്കെ, ജി എസ് ടി വന്നിട്ട് ഏകദേശം 8 വർഷത്തിനടുത്തായി. സോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എക്കോണമിക്ക് സപ്പോർട്ട് വേണം. അതേപോലെ തന്നെ ആൻഡ് ദി ജി എസ് ടി സിസ്റ്റം നീഡ്സ് ഏർജന്റ് ഫിക്സിങ് ആസ് ഇറ്റ് കംപ്ലീറ്റ്സ് ദി 8 ഇയേഴ്സ്. ഓക്കെ, സോ നമ്മളിനി നോക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നമുക്കിത് എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളതാണ്. ജി എസ് ടി ആ ഒരു സിസ്റ്റം നമുക്ക് എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളത്, ദ വേ ഫോർവേഡ് ടു സ്ട്രെങ്തൻ ജി എസ് ടി ഇൻ ഇന്ത്യ. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഹൗ ടു ഇംപ്രൂവ് ജി എസ് ടി ഇൻ ഇന്ത്യ. നമുക്ക് ആദ്യം പറയാനുള്ളത് ആ ഒരു ജി എസ് ടിയിലുള്ള ആ ഒരു റേറ്റ് സ്ട്രക്ചർ സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജി എസ് ടിയിൽ ഒരുപാട് ടാക്സ് റേറ്റ് ഉണ്ട്. ദർ ആർ ടു മെനി ടാക്സ് റേറ്റ്സ്. അത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഈ ബിസിനസ്സിനൊക്കെ അത് വളരെയധികം കൺഫ്യൂസിങ് ആണ് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഇറേഴ്സ്. ഓക്കെ, അത് ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഗവൺമെന്റ് ഇത് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇറ്റ് നീഡ്സ് ടു റിഡ്യൂസ് ദി നമ്പർ ഓഫ് സ്ലാബ്സ് ടു മേക്ക് ജി എസ് ടി സിംപ്ലർ ആൻഡ് ഫെയറർ. അതേപോലെ നമ്മുടെ ഈ ജി എസ് ടി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് സ്റ്റേറ്റിന് നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു ടാക്സ് വെച്ചിരുന്നു. അതാണ് ഈ ഒരു ജി എസ് ടി കോമ്പൻസേഷൻ സെസ്. ഓക്കെ, അതൊരു എക്സ്ട്രാ ടാക്സ് ആണ്. ഇറ്റ് വാസ് ആഡഡ് ടു ഹെൽപ്പ് സ്റ്റേറ്റ് റിക്കവർ ലോസസ് വെൻ ജി എസ് ടി വാസ് ഫസ്റ്റ് ലോഞ്ച്ഡ്. ഏകദേശം 5 വർഷമായിരുന്നു അതിൻ്റെ ആ ഒരു കാലപരിമിതി ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് സപ്പോസ് ടു ലാസ്റ്റ് 5 ഇയേഴ്സ്. ഓക്കെ, ടൈം പീരീഡ് 5 ഇയേഴ്സ് ആയിരുന്നു. പക്ഷെ അത് COVID-19 നമ്മുടെ കോവിഡ് റിലേറ്റഡ് ലോൺസുമായിട്ട് കോവിഡായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഇഷ്യൂസ് വന്നത് കൊണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ടായത്. ഓക്കെ, ഇപ്പം അതിൻ്റെ പർപ്പസ് ഏകദേശം കഴിഞ്ഞല്ലോ. 5 വർഷമാണ് ഈ സാധനം ഉണ്ടാവേണ്ടത്. ഇപ്പം 5 വർഷമൊക്കെ കഴിഞ്ഞു. ഇത് റിമൂവ് ചെയ്യണം. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടതാണ്. ഈ സാധനം റിമൂവ് ചെയ്യണം. ഒരിക്കലും ഇതിന് ജി എസ് ടി ആയിട്ട് മർജ് ചെയ്യരുത്. എന്നാൽ മാത്രമേ നമുക്ക് സിസ്റ്റം ട്രാൻസ്പാരൻറ്റും ട്രസ്റ്റ് വർത്തി ആക്കാൻ സാധിക്കുള്ളൂ. സോ എങ്ങനെയാണ് ഈ ഒരു സെസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ എങ്ങനെ സഹായിക്കുന്നു നോക്കിയാൽ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എക്സ്ട്രാ ടാക്സ് ബേർഡൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ ആൾക്കാരിലെ ആ ഒരു വിശ്വാസം കൂടാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് വിൽ ബിൽഡ് പബ്ലിക് ട്രസ്റ്റ്. അതേപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ ആൾക്കാരുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു അർബൻ സ്പെൻഡിങ് ബൂസ്റ്റ് ആവും. അതേപോലെ തന്നെ മെയിനായിട്ട് സെൻട്രൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് നമുക്ക് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സെൻട്രൽ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗീവ് സ്റ്റേറ്റ്സ് എ ലാർജർ ഷെയർ ഓഫ് ടോട്ടൽ ടാക്സ് റവന്യൂ. ഓക്കെ, ആ ഒരു ടാക്സ് റവന്യൂ ഇവർക്ക് കിട്ടുന്ന ടോട്ടൽ ടാക്സ് റവന്യൂവിൻ്റെ ഒരു ലാർജ് ഷെയർ സ്റ്റേറ്റിന് കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഡിപ്പെൻഡ് ലെസ് ഓൺ ടാക്സസ്, ഇറ്റ് ഡസൻ ഷെയർ വിത്ത് സ്റ്റേറ്റ്സ്. ഓക്കെ, ആ ഒരു സെസ്. അതേപോലെ തന്നെ സ്റ്റേറ്റോട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് വളരെ ബുദ്ധിപരമായിട്ട് വേണം പൈസ ചെലവാക്കാൻ. ഓക്കെ, അതേപോലെ ആവശ്യമില്ലാത്ത എക്സ്പെൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ടെക്നോളജി ആൻഡ് കംപ്ലയൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഇംപ്രൂവ് ദി ടെക്നോളജി ആൻഡ് കംപ്ലയൻസ്. അതായത് നമ്മൾ കുറച്ചും കൂടി ഈ ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു ടാക്സ് ലീക്ക് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ ഒരു ടാക്സ് ലീക്കേജും അതേപോലെ തന്നെ എന്തെങ്കിലും തട്ടിപ്പോ കാര്യങ്ങളൊക്കെ, അതായത് ഫ്രോഡ് സ്റ്റോപ്പ് ചെയ്യണം.
മേക്ക് ഷുവർ ബിൽസ് ആൻഡ് ടാക്സസ് ആർ പ്രോപ്പർലി മാച്ച്ഡ്. ഓക്കെ, സോ അത് ജി എസ് ടിയെ കുറച്ചും കൂടി എഫിഷ്യൻറ്റും ട്രസ്റ്റ് വർത്തിയുമാക്കും. സോ ജി എസ് ടി ഫിക്സ് ചെയ്യുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു റേറ്റ് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അൺനെസസറി ടാക്സ് റിമൂവ് ചെയ്യുക, അതേപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ബെറ്റർ ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതെല്ലാം ദിസ് വിൽ ഹെൽപ്പ്, ഓൾ ദിസ് വിൽ ഹെൽപ്പ് ജി എസ് ടി വർക്ക് ബെറ്റർ ഫോർ എക്കോണമി ആൻഡ് ദ പീപ്പിൾ. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. ടു ഡെമോക്രസീസ് ആൻഡ് ദി ഇക്കോസ് ഓഫ് ടൈറണി എന്നുള്ളതാണ്. ഇത് പ്രിലിംസിൽ ജി എസ് പേപ്പർ 1 വരുന്നൊരു ടോപ്പിക്കാണ്, ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവർണൻസിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ ജി എസ് പേപ്പർ 2 വരുന്നതാണ്, കമ്പാരിസൺ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്കീം വിത്ത് ദാറ്റ് ഓഫ് അതർ കൺട്രീസ് എന്നുള്ള ടോപ്പിക്കിൽ വരാവുന്ന ഒരു ന്യൂസാണത്. സോ ഈ കഴിഞ്ഞ ജൂലൈ 4 2025 നമ്മുടെ US ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തു. ഓക്കെ, മാർക്കിംഗ് ദി ടൈം ഇൻ 1776 നമ്മുടെ അമേരിക്ക ബ്രിട്ടൻ റൂളിൽ നിന്നും മാറാൻ തീരുമാനിച്ചത്. ഓക്കെ, അതേപോലെ അവരൊരു ഡെമോക്രസി അവർ ചൂസ് ചെയ്തു, റൂൾ ബൈ ദ പീപ്പിൾ അവർ ചൂസ് ചെയ്തു, ഒരു മൊണാർക്കിക്ക് പകരം. ഓക്കെ, അല്ലെങ്കിൽ രാജാവ് ഭരിക്കേണ്ടതായിരുന്നു, അവർ മൊണാർക്കിക്ക് പകരം അവരൊരു ഡെമോക്രസി ചൂസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ജഡ്ജായിട്ടുണ്ടായിരുന്ന മൈക്കൽ ലുട്ടിക് പുള്ളി പറഞ്ഞത് ഈ ഡെമോക്രസി അതേപോലെ ഫ്രീഡത്തിൻ്റെ വാല്യൂസ് ഈ 1776 വാല്യൂ ഓഫ് ഡെമോക്രസി ആൻഡ് ഫ്രീഡം ഇത് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യില്ല. ദേ വോണ്ട് സർവൈവ് ഓൺ ദെയർ ഓൺ. പീപ്പിൾ മസ്റ്റ് ആക്റ്റീവ്ലി പ്രൊട്ടക്റ്റ് ആൻഡ് ഡിഫെൻഡ് ദം. ഓക്കെ, ആൾക്കാരാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ആൾക്കാരാണ് അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടത്. ആൻഡ് അതേപോലെ തന്നെ പുള്ളി ഏകദേശം ഒരു 27ഓളം സത്യങ്ങൾ, അതായത് 27 ട്രൂത്ത്, ഹി ഷെയർഡ് എ ലിസ്റ്റ് ഓഫ് 27 ട്രൂത്ത് ടു വോൺ അമേരിക്കൻസ് ദാറ്റ് ഈ ഒരു ജനാധിപത്യത്തിനുള്ള ആ ഒരു അപകടം വരുന്നത് ഒരിക്കലും പുറത്തുനിന്നല്ല അകത്തുനിന്നാണ് എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. എക്സാമ്പിളായിട്ട് പുള്ളി പറഞ്ഞത്, വെൻ ലീഡേഴ്സ് ഓർ സിറ്റിസൺസ് ഗോ അഗെയിൻസ്റ്റ് ദി ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്. ഫ്രീഡം എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക് അല്ല, ഇറ്റ് ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ് ഈവൻ ടുഡേ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ 75 1975 ഇന്ത്യയിലുള്ള എമർജൻസിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ജൂൺ 25 1975 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി ഒരു സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്തു അല്ല ഇന്ത്യയിലെ. ആർട്ടിക്കിൾ 352 ഉപയോഗിച്ചിട്ടായിരുന്നു അത് ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, ഒരു ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യാം എന്നുള്ളൊരു ക്ലോസ് അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് ചെയ്തത്. പിന്നീട് അത് കോടതി മാറ്റി ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലോട്ട് പോകുന്നില്ല. So this happened after she was found guilty of action fraud അല്ല, election fraud. ഓക്കെ, ഇലക്ഷനിൽ ഒരു തിരിമറി നടത്തിയതിൻ്റെ പേരിൽ ഷി വാസ് ഫൗണ്ട് ഗിൽറ്റി. ഓക്കെ, സോ എമർജൻസിയുടെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം അല്ലേ, ഡ്യൂറിങ് ദി എമർജൻസി നമ്മുടെ സിറ്റിസൺസിന് ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് നഷ്ടപ്പെട്ടു അല്ലേ. ഒരു ഫ്രീ സ്പീച്ച് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശം നമുക്ക് നഷ്ടമായി. പ്രസ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വർ ബീൻ സെൻസേർഡ്. ഏകദേശം 1 ലക്ഷത്തോളം ആൾക്കാർ ജയിലിലായിരുന്നു. കോടതികളൊന്നും ഇതിനെതിരൊന്നും പറഞ്ഞൊന്നുമില്ല. ആകെ ഒരു ജസ്റ്റിസ് HR ഖന്ന എന്ന് പറയുന്ന പുള്ളി മാത്രമേ ഇതിന് പറഞ്ഞുള്ളൂ. ഹി വാസ് എ വൺ ഹൂ ബ്രേവ്ലി ഡിസെൻഡഡ്. പിന്നീട് നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ മകൻ എടുക്കാം, സഞ്ജയ് ഗാന്ധി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ പുള്ളിക്കൊരു അൺഒഫീഷ്യൽ പവർ ഉള്ളതുപോലെയാണ് പുള്ളി ബിഹേവ് ചെയ്തത്. ഓക്കെ, പുള്ളി ഒരു പാരലൽ ഗവൺമെൻറ് അപ്പുറത്ത് റൺ ചെയ്യുന്നത് പോലെയാണ് പുള്ളി കാണിച്ചത്. ആൻഡ് പീപ്പിൾ വർ ഫോഴ്സ് ടു അണ്ടർഗോ സ്റ്റെറിലൈസേഷൻ. ഒരുപാട് ചേരികൾ നശിപ്പിക്കപ്പെട്ടു. ആരെങ്കിലും എന്തെങ്കിലും ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വർ ബീങ് ക്രഷ്ഡ്. ഓക്കെ, ബട്ട് ഓൾ ദിസ് വാസ് ഡൺ യൂസിങ് ലീഗൽ പവേഴ്സ്. അതാണ് ഇവിടെ ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം. അതാണ് ഇത് കാണുമ്പോൾ ഇത് ലീഗലായിരുന്നു, ഇറ്റ് സീം ലീഗൽ. ഈവൻ ദോ ഇറ്റ് വാസ് ഒപ്രസീവ്, ഇറ്റ് സീം ലീഗൽ. ഹിസ്റ്റോറിയൻസും അതേപോലെ ലീഡേഴ്സായിരുന്ന ഗ്യാൻ പ്രകാശും അതേപോലെ HV കമ്മത്തും ദേ ഹാഡ് വാണ്ട് ഏർലിയർ ദാറ്റ് ഈ ലോസ് ഇറ്റ് ക്യാൻ ബി ട്വിസ്റ്റഡ്. ഓക്കെ, ഇറ്റ് കുഡ് ബി ട്വിസ്റ്റഡ് എന്നവർ പറഞ്ഞിരുന്നു. ഒരു ഡിക്റ്റേറ്റർഷിപ്പിലോട്ട് അത് ട്വിസ്റ്റ് ചെയ്യാം, ലൈക്ക് ഇൻ നാസി ജർമ്മനി ബിഫോർ ഹിറ്റ്ലർ ടുക്ക് ഓവർ. സോ 1975 നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസി വളരെ ഇറ്റ് വാസ് സീരിയസ്ലി വീക്കൻഡ്. ഓക്കെ, ലീഗൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഇറ്റ് വാസ് സീരിയസ്ലി വീക്കൻഡ്, ഷോയിങ് ദാറ്റ് ഈവൻ ലീഗൽ ആക്ഷൻസ് ക്യാൻ ബിക്കം ഡേഞ്ചറസ് ഇഫ് മിസ്യൂസ്ഡ് അല്ലേ. സോ നമ്മുടെ ഈ ഒരു ന്യൂസ് എടുക്കുമ്പോൾ നമുക്കറിയാം, ഈ ഒരു ഇന്ത്യയിൽ 1975 നമ്മുടെ ഇന്ദിരാഗാന്ധി ആ ഒരു എമർജൻസി പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഷി ടോക്ക് ഫുൾ കൺട്രോൾ ആൻഡ് സൈലൻസ് ദി ഒപ്പോസിഷൻ അല്ലേ. സോ നമ്മൾ ഇപ്പോഴത്തെ US കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നായകനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പുള്ളി ഒരു ഒഫീഷ്യലി പുള്ളി ഒരു എമർജൻസി ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി
പുള്ളിയുടെ ചില ആക്ഷൻസ് ഇറ്റ് ഷോ സിമിലർ അതോറിറ്റേറിയൻ ബിഹേവിയർ അല്ലേ. നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. പുള്ളി ഇമിഗ്രൻ്റ് റൈറ്റ്സിനെയൊക്കെ ഇങ്ങനെ ത്രട്ടൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഈ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചില ഭാഗങ്ങളൊക്കെ മാറ്റണം എന്നാണ് പുള്ളി പറയണത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ പവേഴ്സ് ഉണ്ടല്ലോ, ഈ ഒരു ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതൊക്കെ പുള്ളിയുടെ പേഴ്സണൽ ഗെയിൻസിനാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. പുള്ളിക്ക് കോൺഗ്രസ്സിലാണെന്നുണ്ടെങ്കിലും അതേപോലെ അവിടുത്തെ കോൺഗ്രസ്സിലാണെന്നുണ്ടെങ്കിലും സുപ്രീം കോർട്ടിലാണെന്നുണ്ടെങ്കിലും പുള്ളിക്ക് നല്ല സപ്പോർട്ടുണ്ട്. ഓക്കെ, സോ അത് ഇറ്റ് മേക്സ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാർഡ് ടു സ്റ്റോപ്പ് ഓർ ക്വസ്റ്റ്യൻ ഹിസ് ആക്ഷൻ. അതുകൊണ്ട് തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പുള്ളിയുടെ ആ ഒരു എന്തെങ്കിലും പുള്ളി ചെയ്തു കഴിഞ്ഞാൽ അതിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല. സോ ജസ്റ്റ് ലൈക്ക് 1975 in India, the system that protect democracy, okay, കോർട്ടിനെയും മീഡിയയും ലോ മേക്കേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ ഡെമോക്രസി, US-ൽ ഇറ്റ് ഈസ് ഫോളോയിങ് ടു പുഷ് ബാക്ക് സ്ട്രോങ്ലി. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ട്രംപ് ആ ഒരു എമർജൻസി പവർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി, നമ്മുടെ ഇന്ദിരാഗാന്ധി യൂസ് ചെയ്തതുപോലെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി, പുള്ളിയുടെ ഈ അൺഡെമോക്രറ്റിക് ആയിട്ടുള്ള ചില നീക്കങ്ങൾ ഇറ്റ് ഷോസ് ദാറ്റ് ടൈറണി ക്യാൻ ഗ്രോ ക്വയറ്റ്ലി ഫ്രം വിത്തിൻ എ ഡെമോക്രസി, ഓക്കെ, വിതൗട്ട് നീഡിങ് എ ഫോമൽ എമർജൻസി. സോ ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഡെമോക്രസിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസൻ പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ്. ഓക്കെ, ഒരു ജനാധിപത്യം ഉള്ളൊരു രാജ്യത്തിന് വേണ്ടത് വളരെ ബ്രേവ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. ഇറ്റ് നീഡ്സ് ബ്രേവ് പീപ്പിൾ ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് സേ നോ ടു റോങ് ആക്ഷൻസ്. ഓക്കെ, എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ളൊരു ആക്ഷൻ വന്നാൽ അത് ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരെയാണ് ഒരു സ്ട്രോങ് ഡെമോക്രസിക്ക് വേണ്ടത്. ഓക്കെ, ഡെമോക്രസി ഒരിക്കലും അതിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യില്ല. ഇറ്റ് ഡസൻ പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ്. Okay, and it needs brave people to stand up and say no to wrong actions, even those actions are legal. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ഇന്ത്യയിലുള്ള മറ്റും നമ്മൾ പറഞ്ഞില്ല, ഈ HV കമ്മത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ US-ലുള്ള തോമസ് പെയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ തിങ്കേഴ്സൊക്കെ ഇവർ പറയുന്നത് നിയമങ്ങളാണ് റൂൾ ചെയ്യേണ്ടത്. ഓക്കെ, ദ ലോ ഷുഡ് റൂൾ. ഓക്കെ, അല്ലാണ്ട് ഒരിക്കലും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽസ് അല്ല റൂൾ ചെയ്യുന്നത്. നോട്ട് പവർഫുൾ ഇൻഡിവിജ്വൽസ്, ദ ലോ ഷുഡ് റൂൾ. ഓക്കെ, നിയമങ്ങളാണ് ഭരിക്കേണ്ടത്. ഇപ്പോൾ US ആണെന്നുണ്ടെങ്കിലും ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും അവരവരുടെ പണ്ടത്തെ മിസ്റ്റേക്സ് അവർ പഠിക്കണം. ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എമർജൻസി ഉണ്ട്. ഓക്കെ, അവരുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എടുക്കുക. ഈ ഒരു അതോറിറ്റേറിയൻ ബിഹേവിയർ ഉണ്ടല്ലോ നമ്മൾ ട്രംപിൻ്റെ. ഓക്കെ, ഈ ഡെമോക്രസി വർക്കാവുന്നത് എങ്ങനെയാണ്? അതായത് എല്ലാവരും, അതായത് ഇപ്പോൾ കോടതികളാണെന്നുണ്ടെങ്കിൽ, കോർട്ടാണെന്നുണ്ടെങ്കിലും, മീഡിയ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിലും, ഒഫീഷ്യൽസ് ആണെന്നുണ്ടെങ്കിൽ, ഇവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ ഡെമോക്രസി വർക്കാവുള്ളൂ. ഓക്കെ, ഷോ റിസ്ട്രെയിൻ ആൻഡ് ഹോൾഡ് പവർ അക്കൗണ്ടബിൾ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ മിണ്ടാതിരിക്കുകയാണ്. ഓക്കെ, ഇഫ് ദേ സ്റ്റേ സൈലന്റ് ഓർ പാസീവ്, ഡെമോക്രസി എന്ന് പറയുന്നത് അത് മെല്ലെ ഒരു ഏകാധിപത്യത്തിലോട്ട് അത് മാറും. ഇറ്റ് സ്ലോലി ടേൺ ഇൻ ടു ഡിക്റ്റേറ്റർഷിപ്പ് വൈൽ സ്റ്റിൽ ലുക്കിംഗ് ലീഗൽ ഓൺ പേപ്പർ. ഓക്കെ, ഡെമോക്രസി എന്ന് പറയുന്നത്, ജനാധിപത്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെയിലി ഡ്യൂട്ടി. ഓക്കെ, ഇതൊരു സിസ്റ്റം അല്ല. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ സിസ്റ്റം, ഇറ്റ് ഈസ് എ ഡെയിലി ഡ്യൂട്ടി. Okay, if we don't protect it actively, tyranny can return quietly and legally. Okay, so that's it guys. അപ്പോൾ നമുക്ക് നാളെ വേറെ കുറച്ച് ന്യൂസസ് ആയിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.